ഡോക്ടർ വന്ദനയുടെ മരണത്തിൽ ഡോക്ടർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് രാത്രി 8 മുതൽ ഡ്യൂട്ടിക്ക് കയറുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ചർച്ച ഈ പറയുന്നതിൻ്റെ കൂട്ട് നമുക്ക് ഹെൽത്ത് മിനിസ്ട്രിയിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമായിരുന്നു, പ്രൊഡക്റ്റീവായിരുന്നു. സ്റ്റിൽ ആസ് എ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി, ആസ് എ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി നമ്മൾ മുന്നേയും ഇങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ കേട്ടതാണ്. ഇത് എത്രത്തോളം പാലിക്കപ്പെടുമെന്നുള്ളൊരു കൺസേൺ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. എന്നിരുന്നാലും നമ്മളുടെ പാർട്ടിയിൽ നിന്ന് നോക്കിയാൽ ചർച്ച പോസിറ്റീവായിരുന്നു. അത്യാവശ്യം ഹെൽത്ത് മിനിസ്റ്റർ നല്ല പ്രൊഡക്റ്റീവായിട്ടാണ് കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന വന്ദനയുടെ കുടുംബത്തിന് മതിയായിട്ടുള്ള നീതി നേടിക്കൊടുക്കുക, അതിനകത്ത് പറ്റിയിട്ടുള്ള പോലീസിൻ്റെ വീഴ്ച ശക്തമായിട്ട് അന്വേഷിക്കുക. ഇതെല്ലാം ഹൈക്കോടതിയുടെ തന്നെ നേരിട്ടുള്ള നിർദ്ദേശമുള്ളതിനാലും ഇതെല്ലാം കൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നതിനാലും എന്ത് ഇതുകൊണ്ടും ശക്തമായിട്ടുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം നമുക്ക് ഈ പറയുന്നതിൻ്റെ കൂടെ ഹെൽത്ത് മിനിസ്റ്ററിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഉമേഷ്, ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു, പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് ലഭിച്ചത് എന്ന് PG ഡോക്ടർമാർ പറയുന്നു. അതേസമയത്ത് തന്നെ ഈ ഉറപ്പുകൾ പാലിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയും അവർക്ക് ഉണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? പലതവണ ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ സർക്കാരിന് മുന്നിലും ആരോഗ്യവകുപ്പിന് മുന്നിലും എല്ലാം അവതരിപ്പിച്ചതാണ്. അപ്പോഴൊന്നും ഈ പ്രശ്നങ്ങൾക്ക് പൂർണ്ണതോതിൽ പരിഹാരം ഉണ്ടായിരുന്നില്ല. പക്ഷേ വന്ദനയുടെ മരണത്തിന് പിന്നാലെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. എന്തായാലും ആ ഉറപ്പ് ഇവർ വിശ്വസിച്ച് ഇപ്പോൾ നടത്തിവരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണ്. നിലവിൽ എമർജൻസി ഡ്യൂട്ടി മാത്രമായിരുന്നു ഇവർ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് രാത്രി 8 മണി മുതൽ OP ഡ്യൂട്ടിയിലും പ്രവേശിക്കാൻ, മറ്റു ഡ്യൂട്ടികൾക്കും വാർഡ് ഡ്യൂട്ടികളടക്കം പ്രവേശിക്കാൻ തീരുമാനിച്ചു. നാളെ മുതൽ OP ഡ്യൂട്ടിയിലും ഹൗസ് സർജന്മാർ പ്രവേശിക്കും. സമരം താൽക്കാലികമായി നിർത്തുകയാണ്. അതേസമയം ഇപ്പോൾ PG ഡോക്ടർമാരുടെ യോഗം ചേരുകയാണ്. അവർ കൂടി സമരം പിൻവലിക്കേണ്ടതുണ്ട്. കാരണം അവരും ഇപ്പോൾ സമരത്തിലാണ്. അവർ ഇപ്പോൾ എമർജൻസി ഡ്യൂട്ടി മാത്രമേ അവരും ചെയ്യുന്നുള്ളൂ. എന്തായാലും അക്കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകും. ഇന്ന് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും DMEയുമായി നടത്തിയ ചർച്ചയിലും പ്രതീക്ഷയുണ്ട് എന്ന് ഹൗസ് സർജന്മാർ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സമരങ്ങളിൽ നിന്ന് പിന്മാറാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി ഉറപ്പുകളാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായി നിലവിൽ വീക്ക്ലി ഓഫ് പോലും ലഭിക്കാതെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവർക്കുണ്ടായിരിക്കുന്നു. അക്കാര്യത്തിൽ വീക്ക്ലി ഓഫുമായി ബന്ധപ്പെട്ട ഉത്തരവ് അത് DME ഇന്ന് തന്നെ ഇറക്കും എന്നുള്ള ഒരു ഉറപ്പ് ആരോഗ്യമന്ത്രി തന്നെ നൽകിയിരിക്കുന്നു. കൂടാതെ നിലവിൽ മെഡിക്കൽ കോളേജുകളിൽ ഉള്ള നിരവധി പ്രശ്നങ്ങൾ, അതായത് ഡ്യൂട്ടി സമയത്തിൽ അവർ രാത്രി അടക്കം ചെയ്യേണ്ട ഡ്യൂട്ടികൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ഈ ഏതെല്ലാം ഡ്യൂട്ടിയാണ് ഇവർ ചെയ്യേണ്ടത് തുടങ്ങിയ സംബന്ധിച്ച് ചില തർക്കങ്ങളും ചില പരാതികളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം പഠിക്കാനായി ഒരു കമ്മിറ്റി നിയോഗിക്കും. ഈ കമ്മിറ്റി സമഗ്രമായ ഈ ഹൗസ് സർജന്മാരുടെയും PG ഡോക്ടർമാരുടെയും ഡ്യൂട്ടി സംബന്ധിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിന്റെ ശുപാർശകൾ നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ആ സാഹചര്യവും മറ്റു പരാതികൾ, അതായത് ഡ്യൂട്ടി വിരിച്ചു നൽകുന്നത്, ഡ്യൂട്ടി സമയത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവയിലെല്ലാം ഒരു കൂടുതൽ ദൈർഘ്യമല്ല, ഒരു മാസത്തിനകം തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും PG ഡോക്ടർമാരും ഹൗസ് സർജന്മാരും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും PG ഡോക്ടർമാരുടെ യോഗം അല്പസമയത്തിനകം തുടങ്ങും. അതോടുകൂടി അവർ ഇതിലൊരു തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യും. എന്തായാലും ഹൗസ് സർജന്മാർ ഇന്ന് രാത്രി 8 മണി മുതൽ ഡ്യൂട്ടിക്ക് പ്രവേശിക്കും. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.